കണ്ടതും ദൂഷ്യങ്ങളെന്ന് പരിഹാസവാക്കുകൾ നെഞ്ചം പിളർന്ന് അടിയും തൊഴിയും മണിയറക്കുള്ളിൽ മൂന്നാം മുറയും കളരിപ്പയറ്റ് അഗ്നിനാളങ്ങളിൽ ഷാളിൻ തലപ്പിൽ പൊലിയുന്നു ജീവിതം കുണ്ടിൽ കുളത്തിൽ ആൺകിളിക്കൂട്ടിലെ മോഹങ്ങൾ മൗനം അപരാഗ്നി ചിത കൂട്ടിയെരിയുന്നു ദാഹം ആൺകിളിക്കൂട്ടിലെ മോഹങ്ങൾ മൗനം അപരാഗ്നി ചിത കൂട്ടിയെരിയുന്നു ദാഹം കേഴുന്നു വാർദ്ധക്യം കല്ലറക്കുള്ളിലായി വിജനമായി വീടുകൾ ശോകരാഗങ്ങളായി എല്ലിച്ച ചില്ലകൾ കൂടുകൾ ബാക്കിയായി ചില്ലിട്ട കൂട്ടിലായി കുസൃതി കുരുന്നുകൾ വാർദ്ധക്യ വ്യസനങ്ങൾ പേറുന്ന വൃദ്ധകൾ സദനങ്ങൾ നിറയുന്നു മൂകമാം കണ്ണുകൾ വാർദ്ധക്യ വ്യസനങ്ങൾ പേറുന്ന വൃദ്ധകൾ സദനങ്ങൾ നിറയുന്നു മൂകമാം കണ്ണുകൾ പീഡികത്തിണ്ണകൾ ഓടകൾ ചാലുകൾ പതിത വാർദ്ധക്യം വിഴുങ്ങുന്നുറുമ്പുകൾ പീഡികത്തിണ്ണകൾ ഓടകൾ ചാലുകൾ പതിത വാർദ്ധക്യം വിഴുങ്ങുന്നുറുമ്പുകൾ ശവമേറ്റു വാങ്ങുവാൻ ആളില്ലനാഥമം ശേഷിപ്പു വാങ്ങുവാൻ തർക്കം കൊലവിളി ശവമേറ്റു വാങ്ങുവാൻ ആളില്ലനാഥമം ശേഷിപ്പു വാങ്ങുവാൻ തർക്കം കൊലവിളി ശേഷിപ്പു വാങ്ങുവാൻ തർക്കം കൊലവിളി ജീർണിച്ച ശേഷിപ്പു മാത്രമീ ജീവിതം മാറ്റിപ്പണിയുവാൻ കൈകൾ കോർക്കുന്നു നാം വിപ്ലവത്തി പന്തമുയരട്ടെ മണ്ണിരിൽ തീ കത്തിയമരട്ടെ ധൂർത്തന്റെ മൂർത്തികൾ വിപ്ലവത്തി പന്തമുയരട്ടെ മണ്ണിരിൽ തീ കത്തിയമരട്ടെ ധൂർത്തന്റെ മൂർത്തികൾ ഏഴഴകൊളിമിന്നും മാരിവിൽ കീർത്തനം ആലിമുൽ വൈബായ പടച്ചവനെ അലകൾ ഒഴുകുന്ന ആഴി തന്നാഴത്തിൽ മുത്തുകളൊളിപ്പിച്ച തമ്പുരാനെ ഏഴഴകൊളിമിന്നും മാരിവിൽ കീർത്തനം ആലിമുൽ വൈബായ പടച്ചവനെ അലകൾ ഒഴുകുന്ന ആഴി തന്നാഴത്തിൽ മുത്തുകളൊളിപ്പിച്ച തമ്പുരാനെ നിന്റെ മഹോന്നത വചനം കുറിക്കുവാൻ ഏഴ് സമുദ്രവും തികയുകില്ല നിന്റെ കരുണ തന്നാഴം അളക്കുവാൻ മർത്യന്റെ യാതനയ്ക്കാവുകില്ല ഏഴഴകൊളിമിന്നും മാരിവിൽ കീർത്തനം ആലിമുൽ വൈബായ പടച്ചവനെ അലകൾ ഒഴുകുന്ന ആഴി തന്നാഴത്തിൽ മുത്തുകളൊളിപ്പിച്ച തമ്പുരാനെ ഐഹിക ജീവിത പൊലിമയിൽ മുങ്ങി ഞാൻ ആറടി മണ്ണ് മറന്നുപോയി ഐഹിക ജീവിത പൊലിമയിൽ മുങ്ങി ഞാൻ ആറടി മണ്ണ് മറന്നുപോയി സത്യത്തിൻ മാർഗത്തിൽ ജീവൻ നയിക്കുവാൻ കാരുണ്യവാനെ നീ തുണയേകണേ ഏഴഴ
ഏഴഴകൊളിമിന്നും മാരിവിൽ കീർത്തനം ആലിമുൽ വൈബായ പടച്ചവനെ അലകൾ ഒഴുകുന്ന ആഴി തന്നാഴത്തിൽ മുത്തുകൾ ഒളിപ്പിച്ച തമ്പുരാനെ ഏഴഴകൊളിമിന്നും മാരിവിൽ കീർത്തനം ആലിമുൽ ഗൈബായ പടച്ചവനെ അലകൾ ഒഴുകുന്ന ആഴി തന്നാഴത്തിൽ മുത്തുകൾ ഒളിപ്പിച്ച തമ്പുരാനെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ പാരായണ മത്സരം തർത്തീൽ 2012 സമാപന സമ്മേളനത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാനും അതിനെ വിജയിപ്പിച്ചെടുക്കുവാനും നമുക്ക് സാധിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി പടച്ച തമ്പുരാനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. മുസ്ലിം സമൂഹത്തിൻ്റെ വഴികാട്ടിയും വഴിവിളക്കുമാണ് വിശുദ്ധ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ലോകാവസാനം വരെയും വഴികാട്ടിയായി അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഈ അമൂല്യ ഗ്രന്ഥം. ഇതിനെ പഠിക്കുകയും പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. അതേപോലെ തന്നെ ഇതിന് അവസരമൊരുക്കുക എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഖുർആൻ പാരായണത്തിന്, അതിൻ്റെ ശ്രുതിമധുരമായ പാരായണത്തിന് നമ്മുടെ ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള കഴിവുണ്ട്. ഇത് പലപ്പോഴും പെൺകുട്ടികളിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഈ രംഗത്ത് ഖാരിഅകളെ കൂടി വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു തുടക്കമാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം GIO മനസ്സിലാക്കുന്നു, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുക എന്ന് പറയുന്നത്, നന്മയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയുടെ കൂടി ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണത്തിൽ മാത്രമല്ല, അങ്ങ് കൂടംകുളത്ത് നടക്കുന്ന ആണവ വിരുദ്ധ സമരത്തിലും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയും അവളെ വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്ന സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്കെതിരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന തിന്മയ്ക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ലോകത്ത് നന്മ പുലരാൻ പണിയെടുക്കേണ്ടുന്ന ഒരു സംഘം ആളുകളെ വളർത്തിയെടുക്കേണ്ടുന്ന
ഉമ്മമാരുടെ ഒരു സംഘമാണ്. അവർ താരാട്ട് പാടുന്ന സമയത്ത്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നവർ താരാട്ട് പാടുന്ന സമയത്ത് അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, പടച്ച തമ്പുരാനെ, നിന്റെ ഈ കലിമത്തു തൗഹീദിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരുവനാക്കി നീ എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഉയർത്തേണമേ എന്നാണ്. തൻ്റെ മടിയിൽ വാത്സല്യപൂർവ്വം ഇരുത്തി പാലൂട്ടുന്ന സമയത്ത് ആ കുട്ടിക്ക് പകർന്നു നൽകുന്നത് ഇസ്ലാമിൻ്റെ കഴിഞ്ഞു പോയിട്ടുള്ള സച്ചരിതരായ ആളുകളുടെ അനുഭവ പാഠങ്ങളാണ്. ഇതിനുമപ്പുറത്ത് തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കുന്ന തൻ്റെ പ്രിയതമന് അവർ നൽകുന്നത് അങ്ങേയറ്റത്തെ സഹകരണവും കരുത്തും പിന്തുണയുമാണ്. ഇതെല്ലാമാണ് GIOവിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നത്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതുകൂടി എൻ്റെ ഒരു കർത്തവ്യമാണ്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നാസിറ ഖാനത്തെയും ബഹുമാന്യനായ അമീർ ടി ആരിഫ് അലി സാഹിബിനെയും അതുപോലെ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ പാതയിൽ ഇടതടവില്ലാതെ തളർച്ചയില്ലാതെ മുന്നോട്ടു പോകുമെന്ന് അത്യുച്ചത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാരായണ ലാവണ്യം കൊണ്ട് നമ്മെ അനുഭൂതി സാഗരത്തിലേക്ക് അനയിച്ച ഖുർആൻ പാരായണ പ്രതിഭകൾക്ക് ഉപഹാരം നൽകുന്ന ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇനി നടക്കേണ്ടത്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് നാസിറ ഖാനം ഫ്രം ഹൈദരാബാദ്. She is the Women's Wing President of Jamaat-e-Islami Andhra Pradesh and member of Majlis-e-Numa in Dewan. Madam, you are welcome to inaugurate this grand function. मैं इस मुकाबले में हिस्सा लेने वाली और शायद उसके ज़रिए से अवार्ड हासिल करने वाली बेटियों को भी मुबारकबाद देती हूँ कि अल्लाह ताला उन्हें सिर्फ बेहतरीन अंदाज में तजवीद के साथ, खूबी के साथ, सेहत के साथ कुरान को पढ़ने वाले ही ना बना दे, बल्कि उसके मुताबिक अपनी ज़िंदगी में अमल करने वाले बना दे। जैसा कि आप जानती हैं, जो लोग कुरान के सीखने सिखाने में अपने औकात को लगा देते हैं, अल्लाह ताला उनसे बड़ा खुश होता है। और जो लोग कुरान के सीखने में लापरवाही करते हैं, गफलत से काम लेते हैं, तो जाहिर है कि वो गुनहगार कहलाएगा। और एराब की अदायगी में, हुरूफ और मखारिज के अदायगी में अगर गलती हो जाए तो जाहिर बात है कि उसके माने बदल जाते हैं। जैसे मिसाल के तौर पर अनअमता पढ़ने की बजाय अगर अनअमत पढ़ें तो माने बदल जाते हैं। कल्ब की बजाय अगर कल्ब पढ़ा जाए तो जाहिर है कि उसके माने बदल जाते हैं। कल्ब के माने दिल के होते हैं और कल्ब के माने कुत्ते के होते हैं। इसी तरह मेरी अजीज़ों, मुशरिक के माने हैं रोशनी देने वाले के। अगर उसकी बजाय मुशरिक पढ़ा जाए तो जाहिर बात है कि शिर्क करने वाले के माने होते हैं। तो हमें तजवीद के सीखने में लापरवाही नहीं करनी है, गफलत नहीं बरतनी है। अहले इल्म का ये तजर्बा है कि 3 साल से लेकर 15 साल की उम्र के बच्चे, चूँकि उनकी ज़ुबानें बड़ी नर्म होती हैं और वह आसानी के साथ तजवीद सीख लेते हैं। കേരളത്തിൽ GIO സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഖുർആൻ പാരായണ മത്സര പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ GIOയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഖുർആൻ പാരായണ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഖുർആൻ പാരായണം നടത്തുവാൻ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്ന, അവർക്ക് അതിന് മനക്കരുത്ത് പകർന്നു നൽകുന്ന ഈ ഒരു പരിപാടി, ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
വളരെയേറെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം വളരെ മനോഹരമായി തന്നെ അതിന്റെ തജ്വീദോടുകൂടി തന്നെ നിർവഹിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അക്ഷരത്തിന് അല്ലെങ്കിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റം സംഭവിക്കുന്നതോടുകൂടി അതിന്റെ അർത്ഥം തന്നെ ആകെ മാറിപ്പോവും. ഉദാഹരണമായി അന്നംത എന്നുള്ളയിടത്ത് അന്നംതു എന്ന് പറയുമ്പോൾ അവിടെ നീ അനുഗ്രഹം ചൊരിഞ്ഞു എന്നതിന് പകരം ഞാൻ അനുഗ്രഹം ചൊരിഞ്ഞു എന്നായി മാറുന്നു. അതുപോലെ കൽബ് എന്ന പദത്തിന് പകരം കൽബ് പ്രയോഗിക്കുന്നതോടുകൂടി കൽബ് എന്ന പദത്തിന്റെ അർത്ഥം ഹൃദയമാണെങ്കിൽ കൽബ് എന്നതിന് നായ എന്ന അർത്ഥം വരുന്നു. മുശ്രിക്ക് എന്നത് ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ മുശ്രിക്ക് എന്നതിന്റെ അർത്ഥം പ്രശോഭിക്കുന്നത് എന്നായി മാറുന്നു. ഇങ്ങനെ വരുമ്പോൾ ഒരു അക്ഷരം മാറുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറുന്നതോടുകൂടി ഭീമമായ അബദ്ധങ്ങൾ സംഭവിക്കും അർത്ഥത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ തജ്വീദോടുകൂടിയും വളരെ ശ്രദ്ധിച്ചും അല്ലാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെയേറെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ തജ്വീദ് ഏറെ നിഷ്കർഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ് തജ്വീദ് പഠിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായം. എന്നാൽ അതിനുശേഷവും ക്രമസാധ്യമായ ഒരു കാര്യമാണ്. വളരെയേറെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നത് ഫർളും, എന്നാൽ അതോടൊപ്പം തന്നെ ഉച്ചാരണങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഇബാദത്തുമാണ്. അതുകൊണ്ട് തന്നെ തജ്വീദിന്റെ വിഷയത്തിൽ പ്രത്യേകം പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. തജ്വീദ് ഖുർആൻ പാരായണത്തെ മനോഹരമാക്കി തീർക്കുന്ന അതിന്റെ ഒരു ആഭരണവും അലങ്കാരവുമാണ്. ശ്രദ്ധാപൂർവം ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ തജ്വീദ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ പാരായണം ചെയ്യാൻ തജ്വീദ് പഠിക്കൽ സ്ത്രീ പുരുഷന്മാർക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം തജ്വീദോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ വചനം അത് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളോടാണ് സംവദിക്കുന്നത്. അള്ളാഹുവിന്റെ വചനം നാവിലോ തലച്ചോറിലോ അല്ല, അത് ഹൃദയത്തിലാണ് അവതരിച്ചിട്ടുള്ളതും ഹൃദയത്തിലാണ് വികാരങ്ങളുള്ളത്, ആഗ്രഹാഭിലാഷങ്ങളുള്ളതും ഹൃദയത്തിൽ തന്നെയാണ്. പരിവർത്തനം വിധേയമാകുന്നതും ഹൃദയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടുകളുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ അതിന്റെ അർഹിക്കുന്ന പരിഗണന നൽകിക്കൊണ്ട് പാരായണം ചെയ്യുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിനോട് 4 ബാധ്യതകളാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഒന്നാമതായി സംശയലേശമില്ലാതെ അചഞ്ചലമായി അത് സത്യസന്ധമായി തന്നെ അതിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുവാൻ നമുക്കാവണം. മൂന്നാമതായി ആശയം ഗ്രഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നാം ചിട്ടപ്പെടുത്തണം. അതിനുശേഷം അതിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുമ്പോഴാണ് ഖുർആനിലുള്ള ബാധ്യതകൾ നമുക്ക് നിർവഹിക്കുവാൻ കഴിയും. मैं अब अपनी बात को ख़त्म करते हुए यहाँ से रुख़्सत चाहती हूँ. वाखिरु दावाना अनिल हम्दुलिल्लाहि रब्बिल आलमीन. रब्बना तक़ब्बल मिन्ना इन्नका अंतस समीउल अलीम व तुब अलैना इन्नका अंतत तव्वाबुर रहीम वल्हम्दुलिल्लाहि रब्बिल आलमीन. अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം വിശുദ്ധ ഖുർആനെ തജ്വീദ് അനുസരിച്ച് പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും വേണ്ടത്ര ശ്രദ്ധ ഇനിയും വന്നിട്ടില്ല എന്നത് ഒരു സത്യമാണ്. ഏത് സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും പ്രസ്ഥാനങ്ങളെ എടുത്തു നോക്കിയാലും ഒക്കെയും അവയിലൊക്കെയും ഈ ഒരു മേഖലയിൽ വേണ്ടത്ര കൈവക്കാൻ നാം ധൈര്യപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ ഇതിനെ നയിക്കുന്ന അല്ലെങ്കിൽ ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്ന, ഇതിനെ നോക്കി നടത്താൻ പറ്റുന്ന ആൾക്കാരുടെ കമ്മിയായിരിക്കില്ല, മറിച്ച് അവരുടെ കൃത്യാന്തര ബാഹുല്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ഒരു വേള ഈ മേഖലയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ട് ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു വേള മുന്നോട്ട് പോയാൽ ഈ തുടക്കം ഒരുപക്ഷെ കേരള ചരിത്രത്തിൻ്റെ മുഖം തന്നെ മാറ്റിയേക്കും. പാരായണ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജഡ്ജ് പാനലിൽ ഉണ്ടായിരുന്ന 3 പേർ UP ബീഹാറുകാരാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം നമ്മെക്കുറിച്ചുള്ള ഒരു പരാതി മഖ്റജുകൾ പൂർണ്ണമല്ല, ശരിയല്ല എന്ന രീതിയിലാണ്. സ്വായാണെങ്കിലും ശരി, സായാണെങ്കിലും ശരി, ഖാഫ് എന്ന അക്ഷരമാണെങ്കിലും ശരി, ഇവയൊക്കെയും ഉച്ചരിക്കുമ്പോൾ അതതിന് വേണ്ട കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല ഉച്ചരിക്കുന്നത് എന്നൊരു പരാതി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മത്സരത്തെ അവലോകനം നടത്തുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ പതിയേണ്ടുന്ന മേഖല എല്ലാ ഏരിയകളിലും തജ്വീദിനായി പ്രത്യേകം ക്ലാസുകൾ സംഘടിപ്പിക്കാൻ GIO പോലെ തന്നെ SIOക്കും കഴിയേണ്ടതുണ്ട് എന്നതാണ്. Tartil 2012. Who is the best female voice of Quran? പ്രിയമുള്ളവരെ, നമ്മുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമായിരിക്കുന്നു. ഈ മഹത്തായ മെഗാ ഫൈനലിൽ മാറ്റുരച്ച മിടുക്കികളായ പെൺകുട്ടികളെ നമുക്കറിയാം. എല്ലാവരും വളരെ ഭംഗിയായി സ്വന്തം ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അവരെ നമുക്ക് ഹൃദയപൂർവ്വം അഭിനന്ദിക്കാം. A big hearty congrats to all the contestants of Tartil Mega Finale. ആ ഭാഗ്യവതികളെ ഈ വേദിയിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. പ്രഖ്യാപനം നടത്തുന്നത് ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ ബഹുമാന്യനായ T. ആരിഫ് അലി സാഹിബാണ്. GIOവിന്റെ രക്ഷാധികാരി കൂടിയായ ആരിഫ് അലി സാഹിബിനെ സ്നേഹാദരം ക്ഷണിക്കുന്നു. ഇന്നൽ ഹംദലില്ലാഹ് الذي خلق السماوات والأرض الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان. വളരെ ആഹ്ലാദകരമായിട്ടുള്ള, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് എനിക്കിപ്പോൾ ഇവിടെ നിർവഹിക്കാനുള്ളത്. ഈ ദൗത്യം നിർവഹിക്കാൻ അവസരം ലഭിച്ചതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച 3 ആളുകളുടെ പേരാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഞാനത് പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴല്ല, എൻ്റെ സംസാരത്തിൻ്റെ അവസാനത്തിലായി. ഖുർആൻ മനോഹരമായി, ശ്രവണമധുരമായി, ആശയഗാംഭീര്യത്തോടുകൂടി, അവധാനതയോടുകൂടി പാരായണം ചെയ്യുന്നതിനാണ് പൊതുവിൽ തർത്തീൽ എന്ന് പറയുന്നത്. തെർത്തീലാണ്. വറത്തിലിൽ ഖുർആന തെർത്തീല. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ പൊതുവിലുള്ള പാരായണത്തിന് പ്രയോഗിക്കുന്ന വാക്ക് തിലാവത്ത് എന്ന വാക്കാണ്. ഇസ്ലാമിൽ ഏറ്റവും മനോഹരമായ, ആഹ്ലാദകരമായ, അനുഭൂതിദായകമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ് തിലാവത്തുൽ ഖുർആൻ. തിലാവത്ത് എന്ന വാക്കിന്റെ അർത്ഥം അനുധാവനം ചെയ്യുക എന്നാണ്. വത്തുലു മാ ഓഹിയ ഇലൈക്, നിനക്ക് വഹിയായി ലഭിച്ചിട്ടുള്ളതിനെ നീ അനുധാവനം ചെയ്യുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അനുധാവനം ചെയ്യുക എന്ന അർത്ഥത്തിൽ വരുന്ന തിലാവത്തിനെയാണ് ഖുർആൻ പാരായണത്തിന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ തിലാവത്ത് മനോഹരമായ ഒരു അനുധാവനം തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങളെ നമ്മുടെ കണ്ണുകൾ അനുധാവനം ചെയ്യുകയാണ്. ആ കണ്ണുകളെ നമ്മുടെ ചുണ്ടുകളും നാവും അനുധാവനം ചെയ്യുകയാണ്. അപ്പൊ അക്ഷരങ്ങളെ കണ്ണുകളും, കണ്ണുകളെ ചുണ്ടുകളും നാവുകളും അനുധാവനം ചെയ്യുന്നതിനാണ് തിലാവത്ത് എന്ന് പറയുന്നത്. പക്ഷേ ആ തിലാവത്ത് അവിടെ അവസാനിക്കുന്നില്ല. ആ കണ്ണിനോടൊപ്പം, ആ ചുണ്ടുകളോടൊപ്പം, നാവിനോടൊപ്പം ഹൃദയവും കൂടിയുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ വജിലത ഖുലൂബുഹും, ഹൃദയം പ്രകമ്പനം കൊള്ളുകയാണ്. മാത്രമല്ല സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും എന്ന് പറയുന്നുണ്ട്. തലീനു ജുനൂബുഹും വഖുലൂബുഹും, ഹൃദയങ്ങൾ തരളിതമായി തീരുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടിട്ട് ഹൃദയങ്ങൾ തരളിതമായി തീരുകയാണ്. അപ്പൊ തരളിതമായ ഹൃദയവുമായി
പാരായണം ചെയ്യുന്നവനെ അനുധാവനം ചെയ്യുകയാണ്. അവന്റെ കണ്ണുകളെയും അവന്റെ ചുണ്ടുകളെയും അനുധാവനം ചെയ്യുകയാണ് പാരായണം ചെയ്യുന്നവൻ ചെയ്യുന്നത്. ഹൃദയം മാത്രമല്ല അനുധാവനം ചെയ്യുന്നത്, മസ്തിഷ്കവും അനുധാവനം ചെയ്യുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ എന്ന്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതൊരാളും ചിന്തിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ ചിന്തിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ ഓരോ പല വചനങ്ങളും അവസാനിക്കുന്നത് അഫലാ തദ്കുറൂൻ, അഫലാ തഅഖിലൂൻ, അഫലാ തശ്ഉറൂൻ, അഫലാ തതദക്കറൂൻ, അഫലാ തതദബ്ബറൂൻ. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് മൂളയില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ പര്യവേക്ഷണം നടത്തുന്നില്ലേ? നിങ്ങൾക്ക് അറിവില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളും അവസാനിക്കുന്നത്. ഗ്രാമീണനായ അറബി തലയും താഴ്ത്തി പിടിച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് സഞ്ചരിക്കുകയാണ്. ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവൻ മുതിരുന്നില്ല. ആ സമയത്താണ് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല السماء കൈഫ റുഫിഅത് വഇല الجبال കൈഫ നുസിബത് വഇല الارض കൈഫ സുതിഹത്. നോക്കുന്നില്ലേ? ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? അവന്റെ തലമണ്ട കടിക്കുകയാണ്. എടാ നോക്ക്, ഒട്ടകത്തിലേക്ക് നോക്ക്, മേലോട്ട് നോക്ക്, ചുറ്റും നോക്ക്, താഴോട്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നോക്കാൻ പ്രേരിപ്പിക്കുകയാണ്, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ചിന്തിച്ചുകൊണ്ടല്ലാത്ത ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ ചുണ്ടുകളും നാവും മാത്രമല്ല, ഹൃദയങ്ങൾ മാത്രമല്ല, മസ്തിഷ്കങ്ങളും വിശുദ്ധ ഖുർആനെ അനുധാവനം ചെയ്യുകയാണ്. അതാണ് തിലാവത്ത് എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും നിൽക്കുന്നില്ല. തലീനു ജുലൂദുഹും എന്ന് പറയുന്നുണ്ട്. ചർമ്മങ്ങൾ തന്നെ ഈ തിലാവത്തുൽ ഖുർആനിൽ പങ്കാളിയാകുന്നുണ്ട്. ചർമ്മങ്ങൾ തരളിതമായി തീരും എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. നമ്മുടെ ചർമ്മങ്ങൾ രോമാഞ്ചകഞ്ചുകമണിയും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പൊ ഹൃദയങ്ങളും മസ്തിഷ്കങ്ങളും തൊലി വരെ. ചില സന്ദർഭത്തിൽ നമ്മൾ ആവേശം കൊണ്ട് ഹർറു സുജ്ജതൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ അഷ്ടംഗങ്ങളും ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് സുജൂദിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അതാണ് തിലാവത്തുൽ ഖുർആൻ. ഹൃദയത്തിന്റെയും മസ്തിഷ്കത്തിന്റെയും ശരീരത്തിലെ അവയവങ്ങളുടെയും തൊലിയുടെയും കണ്ണുകളുടെയും ഒരു അനുധാവന ഘോഷയാത്രയാണ് തിലാവത്തുൽ ഖുർആൻ. ആ തിലാവത്തുൽ ഖുർആൻ അതുകൊണ്ട് തന്നെ മനോഹരമായ ആവേശദായകമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്. ഇന്ന് കേരളത്തിൽ സ്ത്രീകളുടെ ഖിറാഅത്ത് കൂടി പൊതുരംഗത്തേക്ക് വരികയാണ്. ആ പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക, പെൺകുട്ടികളെ ഖിറാഅത്തിൽ ശ്രദ്ധിക്കുന്നവരാകുക, പെൺകുട്ടികളുടെ ഖിറാഅത്തിൽ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു വലിയ പരിശ്രമത്തിനാണ് GI